ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനെ പ്രതിയാക്കിയും കൊണ്ട് ചീരി സംസാരിക്കുമ്പോൾ വിനയം പറയണേ, എന്നെ മാത്രം പ്രതിയാക്കണ്ടേ, ഇവിടെ നിന്റെ അച്ഛൻ എന്താ ചെയ്തത്, ചാടിപ്പോയ ആ മഞ്ചാടി എന്ന് പറയുന്ന 21 പവൻ അവൾക്കും വെച്ചു കൊടുത്തില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി തനിക്ക് എന്താ ഇനി പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ ചിരുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ആ സ്വർണം കിട്ടിയിട്ട് ആർക്ക് ഉപകരിക്കാൻ, എനിക്കൊരു കച്ചവടം ഒന്നും ഇടാൻ യാതൊരു ഭാഗവുമില്ല. ആ 20 പവൻ ഒന്ന് പണയം വെക്കുക, മറ്റെന്തോ ചെയ്തെങ്കിൽ എനിക്ക് ചെറിയൊരു കച്ചവടമെങ്കിലും തുടങ്ങായിരുന്നു, സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ വിനയം പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ചീരി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അതേ അഭിപ്രായക്കാരനാണ്, ആവശ്യം വരുമ്പോൾ സ്വർണം വിൽക്കാനും എടുക്കാനും ഉള്ളതാണ്, അല്ലാതെ കണ്ടത് അത് എടുത്തു വെക്കുന്നതിൽ കാര്യമില്ല, അതുകൊണ്ട് വിനയേട്ട ആ സ്വർണം പോയി പണം വെച്ചോ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന വിനയൻ്റെ മനസ്സിൽ ഡബിൾ ലോഡ് പൊട്ടി. അപ്പോൾ ഉടൻ തന്നെ തമ്പായും ലതികയും ലംബോദരനും കൂടി പറയണേ, അത് തെറ്റാണ്, അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഒരു വീട്ടിൽ എങ്ങനെയൊക്കെയാണോ പണ്ട് മുതലേ കൊണ്ടു നടക്കുന്നിരുന്ന ചടങ്ങുകളും അതുപോലെ അതും ഒക്കെ ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ പോകണം, അതൊക്കെ തെറ്റിച്ച വേറെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സമാധാനം അങ്ങനെ വിനയന് കിട്ടില്ല. ചീരുവിന് ആശ്വാസമാണ്. അങ്ങനെ ചീരോകത്തോട്ട് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ അനുപമയാണ് കാണിക്കുന്നത്. അനുപമ അങ്ങനെ വിളക്ക് വെക്കുന്ന സമയത്ത് അനുപമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സന്ധ്യാസമയത്ത് എന്തിനാ നീ കുഞ്ഞിനെയും കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്, സമാധാനം കിട്ടുന്നില്ല, എൻ്റെ മനസ്സിന് എനിക്ക് തന്നെ എന്നോട് ഒരു കുറ്റബോധം തോന്നുന്നു. കാരണം നമ്മുടെ രഘുവേട്ടന് ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ തട്ടുതടസ്സങ്ങളായി പോവാണ്. എനിക്കിപ്പോൾ ഈ സ്വർണം കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തായാലും മോളെ, നീ അത് നിന്റെ കയ്യിൽ വെച്ചേക്ക്, നിന്റെ അച്ഛൻ തന്നതല്ല, 5 പേർക്കും പങ്കിട്ട് കൊടുക്കുന്ന ഒരു കണക്കിന് മാഷ് നന്നായി, അത് നല്ല കാര്യം തന്നെ. പക്ഷേ എങ്കിലും കൂടിയിട്ട് എനിക്കത് വെറുതെ ഇരിക്കാനൊന്നും താല്പര്യമില്ല. ഞാനതൊരു പണി ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. ആർച്ചക്കും ഭദ്രക്കും അതുപോലെ തന്നെ ലക്ഷ്മി മോൾക്കും ഞാനത് പങ്കിട്ട് കൊടുക്കും. എനിക്കിപ്പോൾ ആ സ്വർണം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ മകനല്ലേ, പെൺകുട്ടികൾക്കല്ലേ സ്വർണത്തിന്റെ ആവശ്യം, പണയം വെക്കാനും ഒന്നിനും തന്നെ പറ്റാത്ത സ്വർണം എന്തിന് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാനുമ പറയണ അത് തന്നെയാണ് നല്ലൊരു തീരുമാനമാണ് എടുത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മാഷ് തന്റെ മകൾക്ക് വിളിക്കാണ്, മഞ്ചാടിക്ക് വിളിക്കുമ്പോൾ, മോളെ നീ അച്ഛനെ മറന്നോ? ഇല്ല അച്ഛാ, ഇന്നലെ ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ മോള് മാത്രം ഉണ്ടായില്ല, എന്താ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഫാദേഴ്സ് ഡേ അന്ന് അച്ഛനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ മക്കള് വന്നതാണ്. അത് കേട്ട ഉടൻ തന്നെ എന്നിട്ട് അച്ഛന് നല്ല സൽക്കാരം കിട്ടി. എൻ്റെ മക്കള് അവരുടേതായ സൽക്കാരങ്ങൾ എനിക്ക് തന്നല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ സമയം മഞ്ചാടി പറയണം, എന്തായാലും നന്നായി, പക്ഷേ ഫാദേഴ്സ് ഡേ അന്ന് എൻ്റെ മക്കൾ ആരും എന്നെ ഓർക്കാറില്ല, നീയാണ് എന്നെ ഓർക്കാറ്. പക്ഷെ ഇന്നിപ്പോ ഫാദേഴ്സ് ഡേ ആയിട്ട് ഈ അച്ഛനെ കാണാൻ നീ വന്നില്ല മോളെ. എന്തായാലും നിന്റെ പഠിപ്പും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോളുടെ പഠിപ്പൊക്കെ കുളമാവുകയാണ്, നിനക്ക് കോളേജിലോട്ട് പോണ്ടേ, നീ പഠിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അനന്തമാഷ് മഞ്ചാടിയോട് ചോദിക്കുമ്പോൾ, അച്ഛാ അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കട്ടെ, ഇവിടെ എന്താണ് അഭിപ്രായം പറയുന്നതെങ്കിൽ അത് എന്ന് പറയുമ്പോൾ മാഷിങ്ങനെ തലകുനിക്കുന്നു കേട്ടോ. തനിക്കതിന് ഉത്തരമില്ല. തൻ്റെ അച്ഛൻ്റെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യം നൽകാത്ത മഞ്ചാടിയോട് എന്ത് പറയാൻ എന്നുള്ള ആ ഭാവത്തിൽ മാഷ് നിൽക്കുന്നു കേട്ടോ. മോളെ, വേണമെങ്കിൽ ഞാൻ അച്ഛൻ നിന്നെ കോളേജിലാക്കാൻ വേണമെങ്കിൽ വരാമെന്നൊക്കെ മാഷ് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ആ വാക്കുകളൊക്കെ ഒരു കാറ്റിൽ പറത്തിയതുപോലെയാണ് അവിടെ മഞ്ചാടി പെരുമാറുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ലംബോദരനും വിനയനും അങ്ങനെ ഉമറത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മാമ എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നത്? ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചതാണ്. എന്താലോചിക്കാൻ? അല്ലെ, നിന്റെ ബിസിനസ്സിനെ കുറിച്ച്. എനിക്കും സങ്കടമുണ്ട്. സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലാഭമാണ്. ഞാൻ മറ്റുള്ളവരുടെ കടയിൽ പോയി ഈ മൊബൈൽ വർക്കും ചെയ്തു കഴിഞ്ഞാൽ ഒരു ലാപ്പോ ഒരു മൊബൈലോ നേരാക്കി കഴിഞ്ഞാൽ അതിൽ 1000 രൂപ എനിക്ക് കിട്ടും. പക്ഷേ ഈ കടയിലിരിക്കും മറ്റുള്ളവരുടെ കീഴിലിരിക്കുമ്പോൾ പിന്നീട് 300 രൂപ അവരെനിക്ക് തരുന്നുള്ളൂ, ബാക്കിയൊക്കെ അവരെടുക്കും. എന്നാൽ സ്വന്തമായി ഒരു കടയുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ചീരു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടാ. അപ്പൊ ചീരി ചോദിക്കുകയാണ്, എന്താ വിനയേട്ടാ? അപ്പോഴേക്കും ലതിക ചോദിക്കുന്നുണ്ട്, എന്താ വിനയ നീ പറഞ്ഞത്? അല്ല, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. സ്വന്തമായി ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ദിവസം ഒന്നിൽ നിന്ന് 1000 കിട്ടുകയാണെങ്കിൽ 1000 എനിക്ക് എടുക്കാം. പക്ഷേ മറ്റുള്ളവരുടെ കീഴിൽ ഞാൻ ജോലി ചെയ്താൽ അതിൽ 1000 കിട്ടിക്കഴിഞ്ഞാൽ 200 300 അവരെ എനിക്ക് തരത്തുള്ളൂ എന്ന് പറയാനായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ സ്ഥാപനമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചീരു ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണം കേട്ടോ.
ഈ സമയം ലംബോദരനൊന്നും മിണ്ടുന്നില്ല. എന്താ മാമ ഇത്ര കാര്യമായി തന്നെ ആലോചിക്കുന്നത്? അല്ല, ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചതാണ്. അത് കേട്ട ഉടനെ തന്നെ മാമ എൻ്റെ കയ്യിൽ പൈസയുണ്ടോ മാമ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ? എന്നെ സഹായിക്കാൻ എങ്ങനെ പറ്റുമെന്നൊക്കെ മാമൻ ചിന്തിക്കണമെങ്കിൽ മാമൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന ചോദ്യമാവുമ്പോൾ ഉടൻ തന്നെ അതല്ല, എൻ്റെ മകളുടെ സ്വർണം എൻ്റെ മകളും മരുമകനും കാൽനടയിലാണെന്നുള്ള സത്യം നിനക്കറിയാലോ. അവര് ഇവിടെ സ്വർണം എൻ്റെ കയ്യിലാണ് തന്നു പോയിട്ടുള്ളത്. എൻ്റെ മകൾക്ക് 79 പവനുണ്ട്. അത് എൻ്റെ ലോക്കറിലാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പം എന്താ മാമ എനിക്ക് ആ സ്വർണ്ണം എടുത്ത് തന്നെ പണയത്തിന് വെക്കാനാണോ? അത് കേട്ട ഉടനെ അങ്ങനെയല്ല, ഈ തമ്പായുടെ സ്വർണം എന്ന് പറയുന്നില്ലേ, കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ ആ സ്വർണം, അതിൽ 20 പവനും പണയം വെക്കാൻ പറ്റത്തില്ല എന്നല്ല പറഞ്ഞത്. ആ 20 പവൻ എൻ്റെ ലോക്കറിൽ കൊണ്ടുവച്ച് എൻ്റെ മകളുടെ സ്വർണം പണയം വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ നിൻ്റെ ഉള്ളൂ. അയ്യോ എന്താ മാമ ഈ പറയുന്നത്? ഞാൻ തുടങ്ങുന്ന ബിസിനസ്സിന് 10-15 ലക്ഷം വേണം. അതുകൊണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. 20 പവനൊക്കെ പണം വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? അപ്പം അത് കേട്ട ഉടൻ തന്നെ മാമ എന്നെ സഹായിക്കുമോ എന്ന് ലംബോദരൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ലംബോദരൻ പറയണേ, വിനയ ഒരുപാട് പ്രതീക്ഷകൾ വേണ്ട. നിന്നെയൊക്കെ ഞാൻ പണയം വെക്കാൻ സ്വർണം തരും എന്ന് പറഞ്ഞത് സത്യം തന്നെ. പക്ഷെ അത് 20 പവനേ തരത്തുള്ളൂ, അതിൽ കൂടുതൽ തരത്തില്ല. 20 പവനില്ല, 1 ഗ്രാം പോലും കൂട്ടിത്തരില്ല. എൻ്റെ മകളുടെ സ്വർണമാണ് അത്. ഈ കന്യാശ്ശേരി മനയുടെ സ്വർണം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അത് കേൾക്കുന്ന ചീരു പറയണേ, എന്നാൽ നമുക്ക് കുറച്ചും കൂടുതൽ സ്വർണം പണയം വെച്ചാലോ അമ്മാവാ എന്നിങ്ങനെ ഈ ചീരു പറഞ്ഞു. ലതിക ചോദിക്കാണ്, അതെങ്ങനെ ചീരു? അതൊക്കെ നടക്കാം? അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. അതിനെവിടുന്ന സ്വർണം? അപ്പൊ ചീരു പറയുന്നത്, ഉണ്ട്, സ്വർണമുണ്ട്. നമ്മുടെ അനുചേച്ചിയുടെ കയ്യിൽ ഇതേപോലെ 20 പവനുണ്ട്. ആ 20 പവൻ നമുക്കങ്ങ് ചെന്ന് ചോദിച്ചാലോ? അത് കേട്ട ഉടൻ തന്നെ വിനയം പറയാ, ചീരു നിന്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? അത് നല്ല ഉപായമാണല്ലോ. അതെ, 40 പവൻ കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയത് പണയം കൊണ്ടുവെക്കുന്നതിന് പകരം ഈ ലംബോദരൻ അമ്മാവിൻ്റെ മകളെ ആ സ്വർണം കൊണ്ട് ഈ പണയം വെക്കുക. ഇത് ലോക്കറിൽ ഇരിക്കട്ടെ, അപ്പോൾ സ്വർണ്ണമൊന്നും നഷ്ടപ്പെടുത്തൂല. നല്ല കാര്യം. അപ്പോഴേക്കും മാമ നാളെ വരുമോ? അപ്പോൾ ചിരു പറയുന്നുണ്ട്, അനുവിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് ചിരു പറയുമ്പോൾ അതന്നെ ഞാൻ പറഞ്ഞത്, മാമൻ അനുചേച്ചിയോട് വന്ന് കാര്യങ്ങൾ മാമൻ അവതരിപ്പിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വരാമെന്ന് പറയട്ടോ. ഇതേ സമയം വിനയൻ്റെ മനസ്സിൽ ഡബിൾ ലോഡ് പൊട്ടാണ്. എന്നിട്ട് വിനയം പറയണേ, എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് മാമൻ എന്നെക്കുറിച്ച് കാര്യമായി ആലോചിച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റി. അത് എൻ്റെ മിടുക്ക് തന്നെയാണ്, മാമൻ്റെ മിടുക്ക്. മാമൻ എനിക്ക് ഒരു വഴി കാണിച്ചു തന്നല്ലോ. ചിരു എന്നോട് നന്ദി പറയാൻ മതിയാവില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ചിരു തൻ്റെ റൂമിലോട്ട് പോവാണ്. രണ്ട് കുഞ്ഞുങ്ങളും കിടന്നിറങ്ങുമ്പോൾ, മക്കളെ നിങ്ങൾ ഒരു നിർഭാഗ്യവതികളാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടില്ല. ആ സമയം വിനയൻ അവിടെ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടില്ല. നിങ്ങൾ പഠിച്ചു വളർന്ന് നല്ല വലിയ മക്കളായി നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എത്രമാത്രം നിങ്ങൾ വലുതാണെന്നും നിങ്ങളെ വളർത്തുന്ന ഒരു നഷ്ടമല്ലെന്നും നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കാണിച്ചു കൊടുത്താലാണ് നിങ്ങളുടെ അച്ഛൻ്റെ കണ്ണ് തുറക്കുള്ളൂ. എൻ്റെ മക്കൾ വളരണം കേട്ടോ, വലുതാവണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, എന്താ ചീരു മക്കൾ ഉറങ്ങിക്കിടക്കുന്ന മക്കളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ തന്നെ ചീരു പറയുന്നുണ്ട്, നിങ്ങളുടെ താഴെ വരുന്നത് ഒരു അനിയനാണെങ്കിൽ കുറച്ചെങ്കിലും പരിഗണന നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. അവഗണനയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ കുഞ്ഞിനെ സ്നേഹിക്കും, പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ചീരുതൊക്കെ പറയുമ്പോൾ വിനയൻ, എന്തിനാ ചീരു ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യം എന്ത് പറയുകയാണെങ്കിലും എനിക്കിനി വരാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണല്ലോ. ആ ആൺകുട്ടികളുടെ ചോര തന്നെയാണല്ലോ ഈ കിടക്കുന്ന 2 പെൺകുട്ടി. അപ്പോൾ അവരെ അവരുടേതായ രീതിയിൽ ഞാൻ സ്നേഹിക്കാതിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ ചിരു, എന്താ ചിരു ഞാൻ അങ്ങനെ പറഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ തുറന്ന് പറഞ്ഞത് സന്തോഷമുണ്ട്. എൻ്റെ മക്കളോട് നിങ്ങൾക്ക് എത്രമാത്രം ഇതുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഈ പിറക്കാൻ പോകുന്ന കുഞ്ഞ് ഒരാണാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ ആ തരത്തിൽ സ്നേഹിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്തായാലും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ ചിരു ചിരുവിനോട്, അല്ല ചിരു ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.